ഇപ്പോൾ ബേപ്പൂർ പോർട്ട് ഓഫീസർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം തീ പിടിച്ച് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് കിട്ടിയ വിവരം. ആ ഷിപ്പ് കൊളംബോയിൽ നിന്ന് ഉണ്ടായിരുന്നു. അതിൽ തീ പിടിച്ച ഉടനെ 18ഓളം ആൾക്കാർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് പറയുന്നു. അവരിൽ ലൈഫ് ജാക്കറ്റോ അല്ലെങ്കിൽ ലൈഫ് റാഫ്റ്റോ ലൈഫ് ബോയോ എന്തുണ്ടായിരുന്നു എന്നുള്ള അറിയില്ല. വെള്ളത്തിൽ ചാടി അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് കിട്ടിയ വിവരം. ഈ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് കപ്പലിൽ നിന്ന 4 പേരെ പറ്റിയിട്ടാണ് വിവരങ്ങളില്ല എന്ന് പറയുന്നത്. ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന കാർഗോ ചരക്ക് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് വിവരമൊന്നുമില്ല. സെയിൽ ചെയ്തിട്ടുള്ളത് കൊളംബോയിൽ നിന്നായതുകൊണ്ട് കൊളംബോയിലത്തെ പോർട്ട് അധികൃതരാണ് അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയേണ്ടത്. ഈ കസ്റ്റംസ് കൊളംബോ ആയിട്ട് ബന്ധപ്പെട്ട് ഈ വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബേപ്പൂർ പോർട്ടിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തയ്യാറായി ഇരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോയിട്ടുള്ളത് വലിയ കപ്പലുകളായതുകൊണ്ട് നേരിട്ട് പോർട്ടിൻ്റെ ഉള്ളിലേക്ക് കപ്പലിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർ പുറം കടലിൽ വെയിറ്റ് ചെയ്യും. അങ്ങനെ പുറം കടലിൽ നിന്ന് നമ്മുടെ ടഗ്ഗുകൾ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവർ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ തീരുമാനമായിട്ടില്ല ബേപ്പൂരിക്കാണ് വരുന്നത് എന്നുള്ളത് തീരുമാനമായിട്ടില്ല. അങ്ങനെ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ടഗ്ഗുകൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ നിന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു വെസൽ തന്നെയാണ് പോയിട്ടുള്ളത്. പോർട്ടിൻ്റെ വെസലുകളൊന്നും അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള വെസലുകളൊന്നും പോർട്ടിനില്ല. ഒരെണ്ണം പോയി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. 2 ടഗ്ഗുകൾ നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. പുറം കടലിൽ പരിക്കേറ്റവരെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഉള്ളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള അറേഞ്ച്മെൻറ്റ്, ആംബുലൻസ്, അതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും. അത് നമ്മളല്ല ചെയ്യുന്നത്. ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡ്, നേവി അവരായിരിക്കും അത് ചെയ്യുന്നത്. 70 കിലോമീറ്റർ എന്നാണ് കിട്ടിയ വിവരം. കിലോമീറ്റർ. ആ അതെ, നോട്ടിക്കൽ മൈൽ. അതെ അതെ, അതിലും അടുത്താണ് അഴീക്കൽ. അഴീക്കലിൽ നിന്ന് 40 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ജീവൻ രക്ഷ എന്നുള്ളത് തന്നെയാണ്. അതിലുള്ള ജീവനക്കാരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നു. പിന്നീടാണ് അതിലത്തെ ചരക്കായാലും ഷിപ്പായാലും. 70 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് 70 കിലോമീറ്റർ ആണ്. ഏകദേശം 40ഓളം നോട്ടിക്കൽ മൈൽ. അതിന്റെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഈ ഓഫീസിലില്ല. ഇത് ഷിപ്പ് സെയിൽ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒരു മാനിഫെസ്റ്റ് എന്ന് പറയാനുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിലാണ് ഉണ്ടാവുക ഇതിൽ എന്താണോ ഉള്ളത് എന്നുള്ളത്. അപ്പം അതിന്റെ കോപ്പി അവൈലബിൾ ആയിട്ടുള്ളത് ഡിസ്പോർട്ട്, അതായത് കൊളംബോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെസ്റ്റിനേഷൻ JNPT, ഇവിടങ്ങളിലെ അതിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കാണുമ്പോൾ കപ്പലിന്റെ മധ്യഭാഗത്താണ് തീ ഉയർന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ഇതിനുള്ള കാരണം എന്നുള്ള പ്രാഥമിക വിവരങ്ങളോ നിഗമനങ്ങളോ വല്ലതും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. ഇതിൽ കണ്ടെയ്നറിലുള്ള ചരക്കിന് തീ പിടിച്ചാവാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഡെക്കിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. മധ്യഭാഗത്ത് നിന്ന് പുക കണ്ടു, അത്രയേ ഉള്ളൂ. കപ്പലിന്റെ ഉൾഭാഗത്ത് തീ പിടിച്ചിട്ട് ആ പുക പുറത്തേക്ക് വന്നതും ആവാം. ഏകദേശം ഒരു 11 മണിയാകുമ്പോഴാണ് കിട്ടുന്നത്. 11 മണിക്ക് നമുക്ക് ഈ ഏജൻസികളിൽ നിന്നല്ല കിട്ടുന്നത്. ഇതിന്റെ കപ്പലിന്റെ ഉടമസ്ഥന്റെ ഏജന്റ് എന്നുള്ള രീതിയിൽ അവരാണ് നമ്മളോട് പറയുന്നത്. അല്ലാണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്നോ നേവിയിൽ നിന്നോ അല്ല നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്.
അല്ല, നമ്മൾ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാർഫ് ഉപയോഗിക്കും. വാർഫിൽ വെച്ചിട്ട് അവരതിനെ വെസലിൽ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റും, എന്നിട്ട് കൊണ്ടുപോകും. അതൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അതിലെന്തായിരുന്നു കാർഗോ. ചില കാർഗോ ഉണ്ട് ഉള്ളിൽ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതും തീ പിടിക്കുന്നതൊക്കെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. നമ്മുടെ കയ്യിൽ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. അതിന്റെ ലൈവ് അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത് മീഡിയയിലൊക്കെ. അല്ലല്ല, ബേപ്പൂരിൽ നിന്ന് പോയിട്ടുള്ളവർ അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. കോസ്റ്റ് ഗാർഡും എത്തിയിട്ടുണ്ട്, നേവിയും എത്തിയിട്ടുണ്ട്. അവര് ലൈവായിട്ട് നമുക്ക് അവിടുത്തെ വീഡിയോ അടക്കം കാണിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഇതുവരെ. മിസ്സിംഗ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിഷ്വൽസ് അനുസരിച്ച് അവിടെ അത്ര മോശമായിട്ടുള്ള കാലാവസ്ഥയൊന്നും അല്ല. അതുകൊണ്ട് കണ്ടെത്തൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാവാൻ സാധ്യതയില്ല. കാരണം ഇവര് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് ട്രെയിൻഡ് ആണല്ലോ. എന്തായാലും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഇല്ലാതെ അവർ വെള്ളത്തിലേക്ക് ചാടാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായിട്ടും. ബേപ്പൂർ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ ഹരി അച്യുത വാര്യറാണ് സംസാരിച്ചത്. വലിയ കപ്പലിലാണ് എത്തിക്കുന്നതെങ്കിൽ പുറംകടലിൽ നിന്ന് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ബേപ്പൂരിൽ സജ്ജമാണെന്ന് അദ്ദേഹം പറയുന്നു. രീതിയിൽ ഒരാൾ വിളിക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. അല്ലല്ല, നമ്മളല്ല, അവര് തന്നെ നേരിട്ട് കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചിരിക്കുന്നു. അവിടെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. ആയിരിക്കുമല്ലോ, അതല്ലേ മെയിൻ. ബേപ്പൂരിനേക്കാൾ മെയിൻ ആയിട്ടുള്ളത് കൊച്ചിയല്ലേ. അഴീക്കലാണ് നിലവിൽ അടുത്തായിട്ടുള്ളത്. സൗകര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ അപകടത്തിൽപ്പെട്ടവരെ ഇറക്കിയിട്ട് കപ്പലിലാക്കിയിട്ടാണല്ലോ കൊണ്ടുവരിക. അങ്ങനെയുള്ള കപ്പലുകൾ, അതിൻ്റെ അടുത്തുള്ള കപ്പലുകളൊക്കെ വലിയ കപ്പലുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നേരിട്ട് ഇവിടെ ബേപ്പൂർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അവർ ഒരു പക്ഷേ മംഗലാപുരമായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതെ, മംഗലാപുരത്തേക്കാണ് നേരിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കപ്പൽ നേരിട്ട് കൊണ്ടുപോയി കരയിൽ കൊണ്ടുപോയി ഇറക്കുക എന്നുള്ളത് മംഗലാപുരത്താണ് സാധ്യത. സമയമൊന്നും ഇവർക്കൊക്കെ ഹൈ സ്പീഡ്, അരമണിക്കൂർ. അതാണ് പറയുന്നത്, അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെയൊക്കെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അത് വലിയ ഇഷ്യൂ അല്ലല്ലോ. കാരണം ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, പുറംകടലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വലിയ കപ്പലിന് ചെറിയ കപ്പലിലേക്ക് മാറ്റണം. അതിനുള്ള സമയം മതിയായിരിക്കും ഒരു പക്ഷേ നേരിട്ട് അവരെ ചെല്ലുന്നത്. ഇതുവരെ അവർ കൺഫേം ചെയ്തിട്ടില്ല എവിടേക്കാണ് വരുന്നത്, എങ്ങോട്ടാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. തയ്യാറായിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതൊക്കെ ഇമിഗ്രേഷൻ തന്നെ തീരുമാനിക്കണം. സാധാരണഗതിയിൽ അപകടം പറ്റിയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും സ്റ്റോപ്പ് ചെയ്യലില്ല. അതെ, ഹോസ്പിറ്റലൈസേഷന് ശേഷം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവില്ലുള്ളൂ. അല്ല, ആ ഇൻഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടില്ല. ഇല്ല. തുടർച്ചയായിട്ട് ഇത്തരം അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്കയുണ്ടാവും. ഈ കണ്ടെയ്നറുകൾ കപ്പലിൽ വീഴുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഭവിച്ച സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ അത്ര ഒരു ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്താണ് ഒരു മുൻകരുതലൊക്കെ നൽകുന്നത്? പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇതിൽ ഈ കണ്ടെയ്നറൊക്കെ കയറ്റി വെച്ചാലും അതിനൊരു ലാഷിങ് കെട്ടി ഉറപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് കൊച്ചിയുടെ കാര്യത്തിൽ, കൊച്ചിയിൽ നടന്ന അപകടത്തിൻ്റെ കാര്യത്തിലുണ്ടായത് അതിലെന്തോ പാകപ്പിഴ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ അപകടത്തിൻ്റെ കാര്യത്തിൽ പൊട്ടിത്തെറിയെന്നാണല്ലോ പറയുന്നത്. മറ്റോടത്ത് പൊട്ടിത്തെറിയല്ല, ലാഷിങ് പൊട്ടലേ ഉണ്ടായിട്ടുള്ളൂ. കെട്ടിവെച്ചിട്ടുള്ള വയറും അല്ലെങ്കിൽ ബോട്ടിൽ സ്ക്രൂ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള സാധനം വെച്ചാണ് ഇത് കെട്ടി ഉറപ്പിക്കുന്നത്. അത് പാർട്ട് ചെയ്തു വേർപെട്ട് കണ്ടെയ്നറുകൾ ആദ്യം വെള്ളത്തിൽ പോകാണ് ഉണ്ടായത്. ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി, അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ശേഷം അങ്ങനെയാണ് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ.
കപ്പലിലെ ജീവനക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാലേ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ, എന്താണ് ആദ്യം സംഭവിച്ചതെന്നുള്ളത്. അതിലൊന്നും നമുക്ക് യാതൊരുവിധ കൺട്രോളും ഇല്ല. അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ നേവി. ഇപ്പോൾ ഒരു 18 പേരേനെ കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ 18 പേരേനെ കരയിലെത്തിക്കുകയാണ് ആദ്യം വേണ്ടത്. വേറൊരു കപ്പൽ നിറച്ച് കണ്ടിന്യൂ ചെയ്യാം. സാധാരണഗതിയിൽ എങ്ങനെയാണ് ചെയ്യുക, ഇവരിത് എടുത്തിട്ടുള്ളതെന്നുള്ള അറിയില്ല. അവരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കാര്യം. ഇല്ല, അവർ പോയാൽ മതി. 10-15 മിനിറ്റിനുള്ളിൽ പറ്റും. ഈ 18 പേരും സുരക്ഷിതരായതുകൊണ്ടായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി വേറെ എത്രത്തോളം അവർക്ക് അപകടം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. മാത്രമല്ല, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഹോസ്പിറ്റലൈസേഷൻ തന്നെ വേണ്ടേ അതിന്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവരുടെ സെർച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ എടുത്ത് ചാടി, വെള്ളത്തിലേക്ക് ചാടുന്ന സമയത്ത് എന്തായാലും ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈഫ് ബോയ് ഉണ്ടാവും, ഫ്ലോട്ടിംഗ് കണ്ടീഷനിൽ തുടരാൻ വേണ്ടി. എല്ലാം അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധാരണഗതിയിൽ അപകടത്തിൽ വീഴുന്നതും വലിയ വ്യത്യാസമുണ്ടല്ലോ. ചാടിക്കഴിഞ്ഞാൽ നീന്തുന്നതിന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. അതെ. അതിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല.